ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ നേവി ആർമി സംഘത്തിന്റെ സംയുക്ത പരിശോധന തുടരുകയാണ്. കനത്ത മഴയെ തുടർന്ന് ദൗത്യം വീണ്ടും പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഇടവിട്ടുള്ള കനത്ത മഴയും കാറ്റും ദൗത്യത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. പുഴയുടെ കുത്തൊഴുക്കിനെ തുടർന്ന് മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാനാകുന്നില്ല. ഷിരൂരിൽ നിന്ന് ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ്, മുൻപൊക്കെ പറഞ്ഞ അതേ സാഹചര്യം തന്നെയാണല്ലേ? കാരണം ഈ തിരച്ചിൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത, പുഴയുടെ തെറ്റിലേക്ക് എത്താൻ സാധിക്കാത്ത അതേ ഒരു അവസ്ഥ തന്നെ. അതായത് അല്പസമയം മുമ്പാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഇവിടെ കർണാടക IBയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 3 മണിയോട് കൂടി കർണാടക IBയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏതാണ്ട് 3 മണിയോട് കൂടി തന്നെ ഇവിടുത്തെ കർണാടകയിലെ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥരുമായി തന്നെ ചർച്ച നടത്തും. ജില്ലാ കളക്ടർ അടക്കമുള്ള ഇവിടുത്തെ മറ്റ് ജനപ്രതിനിധികളും കേരളത്തിൽ നിന്നുള്ള ഈ മന്ത്രിമാരുടെ സംഘവും കൂടി ഒരു ചർച്ച ഉണ്ടാവും. MLA അടക്കം അതിൽ പങ്കെടുക്കും. MP അടക്കമുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുക്കും. തുടർന്ന് ഈ അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണാം എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രിയോട് കൂടി തന്നെ മന്ത്രി AK ശശീന്ദ്രൻ ഇവിടേക്ക് എത്തിച്ചേരും. എന്തായാലും ഇപ്പോൾ മന്ത്രിയുള്ളത് IBയിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും ഈ ദൗത്യം തുടരുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് സാങ്കേതികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തന്നെ ഈ പുഴയിലെ ശക്തമായിട്ടുള്ള കുത്തൊഴുക്ക് മൂലം തന്നെ നേവി ഡൈവർമാർക്ക് ഇറങ്ങാൻ, അതായത് പുഴയിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇപ്പോഴും നിലച്ചിട്ടില്ല കുത്തൊഴുക്ക്. അത് തന്നെയാണ് അതിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. എന്തായാലും ഈ മന്ത്രി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏത് ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടി യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള ഈ ഒരു ദൗത്യം അവസാനിപ്പിക്കരുത് എന്നാണ് കേരളത്തിന്റെ അഭിപ്രായം എന്നാണ് മന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ദൗത്യം തുടരാൻ തന്നെയാണ് സാധ്യത. അത്തരത്തിൽ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഈ അവലോകന യോഗത്തിന് ശേഷം നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കുമെന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കർണാടക IBയുടെ IBക്ക് മുന്നിലാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ, ഏതാണ്ട് ഒരു 15 മിനിറ്റ് കൂടി തന്നെ കേരളത്തിലെ മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികളുടെയും ഈ കർണാടകയിലെ ഉദ്യോഗസ്ഥരുടെയും കൂടിയിട്ടുള്ള ഒരു സംയുക്ത അവലോകന യോഗം ചേരും. തുടർന്നാണ് അടുത്ത ഘട്ടത്തിലേക്കുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് ലഭിക്കുക. എന്തായാലും ദൗത്യം തുടരില്ല എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ പറയുന്നത്. അതായത് ദൗത്യം തുടരും. ഏതൊരു സാഹചര്യത്തെയും മറികടന്നുകൊണ്ട് ദൗത്യം തുടരും. അത് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം എന്നാണ് അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ശരിയാണ്. പക്ഷെ ആനന്ദ്, ഇതുപോലെയാണ് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി അനേകം ജീവനുകൾ, അതിപ്പോൾ എത്ര പരിശീലനം സിദ്ധിച്ചവരാണെങ്കിലും അവർ ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവരാണെങ്കിലും അതിനെ റിസ്ക് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും നമുക്ക് ആലോചിക്കാൻ കഴിയുന്ന സാഹചര്യമല്ലല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഈ പുഴയിലെ അടിയൊഴുക്കിന് എന്തെങ്കിലും ഒരു ശമനം ഉണ്ടായില്ല. ഒരു 1-2 മണിക്കൂറെങ്കിലും കിട്ടിയാൽ മാത്രമേ മുങ്ങൽ വിദഗ്ധർക്ക് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതിന് ഇനിയും ഈ ഓറഞ്ച് അലേർട്ടൊക്കെ ആ പ്രദേശത്ത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആനന്ദിന് അറിയാമല്ലോ അവിടുത്തെ കാലാവസ്ഥ. അതിന് ഇനിയും എത്ര ദിവസം കാക്കേണ്ടി വരുമെന്നുള്ളതാണ്. ലക്ഷ്മി, അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും. അതായത് എത്ര ദിവസം നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ കഴിയില്ല. ഈ പ്രദേശവാസികളടക്കം പറയുന്നത് ഈ ഒരു പുഴയുടെ കുത്തൊഴുക്ക് അത്തരത്തിൽ എളുപ്പത്തിൽ നിൽക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഈ മഴക്കാലമടക്കമാണ്. ഇവിടെയുള്ള ഒരു സീസൺ എന്ന് പറയുന്നത് മഴ സീസൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇടപെട്ടുള്ള കനത്ത കുത്തൊലിക്കുന്ന മഴയുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ഗതിയിൽ, അതായത് വേനൽക്കാല സമയത്ത് പോലും അത്തരത്തിൽ ആവശ്യത്തിന്, അതായത് ഒരു സമാന്തരമായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു കുത്തൊഴുക്കുള്ള ഒരു പുഴയാണ്. അത്തരത്തിലുള്ള ഒരു ഭീകരവാഹിനിയായി ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ഗംഗാവലിയുടെ ഒഴുക്ക് എളുപ്പത്തിൽ സാവധാനത്തിലേക്ക് ശാന്തമാകുമെന്നുള്ള ഒരു പ്രതീക്ഷകൾ വേണമോ എന്നുള്ള ഒരു ചോദ്യം, വേണ്ട എന്നുള്ള ഒരു ഉത്തരമാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ച് അവർ ഇവിടുത്തെ താമസക്കാർ കൂടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഒഴുക്ക് തുടരുന്ന സമയത്തോളം തന്നെ ഈ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മാത്രമല്ല, ഇന്നലെ മുഴുവൻ ദിവസങ്ങളും നമ്മൾ കണ്ടതാണ് നാവികസേന ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പുഴയിൽ ഇറങ്ങിക്കൊണ്ട് തിരച്ചിൽ നടത്താനുള്ള ഒരു ബുദ്ധിമുട്ട്. ഇന്ന് രാവിലെയും ഏതാണ്ട് 2 ബോട്ടുകളായി അത്തരത്തിൽ സംഘം ഈ പുഴ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ കരയിൽ നിന്ന് ഏകദേശം 60 മീറ്ററോളം ദൂരെയുള്ള 3ാമത്തെ സ്പോട്ടിലാണ് ഇപ്പോൾ ഈ ലോറി ഉണ്ടെന്ന്, ട്രക്ക് ഉണ്ടെന്ന് എല്ലാ സൂചനകളും ലഭിച്ചിരിക്കുന്നത്. ആ പ്രദേശത്ത് ഏതാണ്ട് 5 നോട്ട് താഴേക്ക് ദൂരം ഉണ്ടെന്നാണ് നേവിയുടെ കണ്ടെത്തൽ. ഈ സാധാരണഗതിയിൽ തന്നെ ഏതാണ്ട് 2 തൊട്ട് 3 നോട്ട് ദൂരെ വരെയുള്ള അത്തരത്തിൽ ഒരു സ്ഥലത്ത് മാത്രമേ അത്തരത്തിൽ നാവികസേനയ്ക്ക് ഇറങ്ങിക്കൊണ്ടുള്ള മുങ്ങി തെരച്ചിൽ നടത്താൻ വേണ്ടി സാധിക്കൂ. ഇവിടെ അതിനും കൂടുതലാണ്. അത് മാത്രമല്ല, ഇനി ഏതെങ്കിലും ഒരു അതിമാനുഷികമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ കാലാവസ്ഥ ഒട്ടും അനുകൂലമല്ലാത്ത അവസ്ഥ, ഒഴുക്ക് ശക്തമായി തുടരുന്ന അവസ്ഥ. പ്രദേശത്ത് ഇപ്പോഴും ഓറഞ്ച് അലർട്ടാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ മഴക്കാർ എപ്പോഴും ഉണ്ട്, മാറാതെ മഴയുണ്ട്, ഒപ്പം തന്നെ കാറ്റുണ്ട്. ആ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ഇനി എത്രത്തോളം സാധ്യത, അതായത് ഈ ഒഴുക്ക് നിർത്തിക്കൊണ്ട്
ഒഴുക്ക് താനെ നിന്നുകൊണ്ട് എത്രത്തോളം ഈ നേവിയുടെ ഈ ഡൈവർ സംഘങ്ങൾക്ക് മുങ്ങിക്കൊണ്ട് പരിശോധന നടത്താൻ പറ്റുമെന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയാണ്. പ്രത്യേകിച്ച് അത്തരത്തിൽ മുങ്ങൽ പരിശോധനകൾ നടത്താതെ ഒരു കാരണവശാലും ഈ ദൗത്യത്തിന് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. കാരണം നമുക്ക് രണ്ട് കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ തുടക്കം മുതലേ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ ക്യാബിനകത്ത്, അതായത് ഈ ലോറിയുമായി ബന്ധപ്പെട്ടുള്ള ക്യാബിനകത്ത് അർജുന്റെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കണം. കഴിഞ്ഞ ദിവസം നടത്തിയ ഐബോർഡ് പരിശോധനയിൽ അത്തരത്തിൽ തെർമൽ സ്കാനിംഗ് നടത്തിയ പരിശോധന അത്തരത്തിലൊരു ജീവന്റെ സാന്നിധ്യം അവിടെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ഈ ഒരു രക്ഷാദൗത്യം മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ വ്യക്തത വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ഈ നേവിയുടെ ഈ ഡൈവർ സംഘങ്ങൾക്ക് തീർച്ചയായിട്ടും അടിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് തെരച്ചിൽ നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. ആ സാഹചര്യം നിലവിലില്ല എന്നുള്ള വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലക്ഷ്മിയുടെ ഉള്ളത്. നമുക്കറിയാം 5 മീറ്ററോളം താഴെയാണ് ഇത്തരത്തിൽ ഈ ഒരു സാന്നിധ്യം, ട്രക്കിന്റെ സാന്നിധ്യം പൂർണ്ണമായി ഉറപ്പിച്ചെങ്കിൽ മാത്രമേ, കഴിഞ്ഞ ദിവസം അടക്കം മേജർ ഇന്ദ്രപാൽ സൂചിപ്പിച്ചത് എല്ലാ ഊഹങ്ങളാണ്, ശക്തമായിട്ടുള്ള ഊഹം എന്നുള്ള ഒരു വാക്ക് തന്നെ ഒരുപക്ഷെ നമുക്ക് അവിടെ പറയേണ്ടി വരും. കാരണം ഈ സിഗ്നലുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും അത്തരത്തിൽ ട്രക്ക് ഒലിച്ചു പോയിട്ടുണ്ടാവാം എന്നുള്ള ഊഹങ്ങളും തമ്മിൽ ചേരുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും സാധ്യത 4 സ്പോട്ടിൽ ഈ 3ാമത്തെ സ്പോട്ടിലാണ് ഈ ട്രക്ക് ഉണ്ടാവാനുള്ള സാധ്യത എന്നാണ് പറയുന്നത്. അത് തന്നെ നദിയുടെ ഏറ്റവും അടിത്തട്ടാണെന്നാണ് മേജർ ഇന്ദ്രപാൽ സാർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതാണ് ഈ ഒരു ദൗത്യത്തെ കൂടുതൽ ദുഷ്കരമാക്കുന്നതും. എന്തായാലും മഴ മാറിയിട്ടുണ്ട്. ഇന്നും ഇന്നലെയും ആ തരത്തിലേക്ക് മഴ പെയ്തിട്ടില്ലെങ്കിൽ കൂടി പക്ഷേ പുഴയിലെ അടിയൊഴുക്ക് കുറയാത്ത ഒരു സാഹചര്യമാണ് ലക്ഷ്മിയുള്ളത്. അതെ, ആനന്ദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.